Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന മുൻ കേന്ദ്രമന്ത്രി പി.സി. തോമസ് കേരള കോൺഗ്രസ് ചുങ്കത്രയിൽ സംഘടിപ്പിച്ച ജില്ലാ നേതൃത്വ കൺവെൻഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സാലോജിക് എന്ന കമ്പനി എന്താണെന്ന് കമ്പനി ഉടമയായ വീണയ്ക്ക് പോലും പറയാനറിയുമോ എന്ന സംശയമാണ്. വീണയാണ് അതിന്റെ ആളെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വീണയുടെ പേരിൽ കമ്പനിയുടെ പേരിൽ 2.70 കോടി രൂപ വന്നത് അവർ അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് അറിയുന്നത് മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് കേസിലെ യഥാർത്ഥ പ്രതിയെന്ന്. ആ പ്രതിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രതിയെ ഉണ്ടാക്കി. മകളാണെങ്കിലും തൽക്കാലം ഒരു പ്രതിയായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പിണറായി കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു വശത്തുകൂടി പിണറായി വിജയൻ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷക ജനതയ്ക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പക്ഷെ എക്സാലോജിക് കമ്പനി എന്താണ് എന്ന് അതിന്റെ ഉടമസ്ഥയായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വീണ എന്ന് പറയുന്ന വളരെ പൊങ്ങി നിൽക്കുന്ന എന്നാൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ആ വീണയ്ക്ക് പോലും പറയാൻ അറിയാമോ എന്ന് സംശയമാണ്. പക്ഷെ വീണയാണ് അതിന്റെ ആള് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ വീണയുടെ പേരില് അല്ലെങ്കിൽ കമ്പനിയുടെ പേരില് 2.70 കോടി രൂപ വന്നത് അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന്. ആ പ്രതിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രതിയെ ഉണ്ടാക്കി. മകളാണെങ്കിലും പ്രതിയായിട്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് പിണറായി കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം മകളെ തന്നെ പ്രതിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. പണ്ട് കേസ് വരികയാണ്. കേസ് വന്നാൽ കേസായി. കേസ് കോടതി കുറ്റപത്രം സ്വീകരിച്ച് സമൻസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ സമൻസ് അയക്കുക എന്ന് പറയുമ്പോൾ പ്രതികൾക്ക് സമൻസ് അയക്കുമ്പോൾ വീണ വിജയന് പ്രധാനപ്പെട്ട ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് സമൻസ് കിട്ടും. അപ്പൊ കോടതി വന്ന് നിൽക്കണം, പ്രതിയായിട്ട് നിൽക്കണം, കേസിന്റെ വിസ്താരം വേണ്ടി നടക്കണം. അത് കഴിഞ്ഞൊരു തീരുമാനം വരും. അപ്പോൾ വലിയ കുറ്റമാണ്. ഏതാണ്ട് 9 വർഷമോ 10 വർഷമോ ഒക്കെ ശിക്ഷിക്കാവുന്ന കുറ്റമുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഒരു വശത്തുകൂടി പിണറായി വിജയൻ ഇങ്ങനെ കേരളത്തെ ഒരു വിധത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനെ പല രീതിയിൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർഷക ജനതയ്ക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ഈ മേഖല നോക്കൂ. ഈ ചുങ്കത്തറ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന രീതിക്കും ഭരണഘടനാപരമായ വീഴ്ചകൾക്ക് ഉത്തരം നൽകാതെയും ചർച്ച നടത്താതെയുമുള്ള നടപടിയെ എതിർക്കുക എന്നത് ന്യായവും യുക്തവുമായിരുന്നുവെന്നും മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി കിട്ടണമെന്നാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വൻ വിജയമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടക്കര.